പുഴുക്കും കരിമീനും മാത്രം ഇറങ്ങുന്ന മെത്രായോളികൾ. നല്ല കട്ടങ്കപ്പ 5 പ്രാവശ്യം തിളപ്പിച്ച് ഉപ്പൊഴിച്ച് തിന്നുകൊണ്ട് നടന്ന ദാരിദ്ര്യം പിടിച്ച മോന്മാർ 5 മീറ്ററുള്ള തുണി മേടിച്ചടിച്ച് നൈറ്റിയുമിട്ട് തലയിൽ പുള്ളിയുള്ള ജട്ടിയും കമിഴ്ത്തി കഴിയുമ്പോൾ ഇവന്മാർ പഴയതെല്ലാം മറക്കും. മുണ്ണക്കുഞ്ഞുങ്ങളുടെ തിരുമേനി എന്ന വിളിയും മേശ ഒരുക്കലുമാണ് ഈ അലവലാദികളെ അഹംഭാവികളാക്കുന്നത്. കരിക്കലത്തിൽ പണ്ട് പാതകത്തിൽ ചാരത്തിനകത്തിരുന്ന് തിന്നവന്മാർക്ക് മെത്രായോളികളായി കഴിയുമ്പോൾ ഭക്ഷണം ഒരുക്കുന്നതിന് ഞങ്ങൾ പറയുന്ന പേര് മേശ ഒരുക്കുക എന്നാണ്. മേശ 20 മാസം ഗർഭമായതുപോലുള്ള വയറാണ് പല മെത്രാന്മാരുടേതും. ഇങ്ങനെ ചുമ്മാ തിന്ന് ഉപവാസം എന്ന വാക്ക് ഇവന്മാർ കേട്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇവറ്റകൾക്ക് ആർത്തിയുള്ളത് എന്താണെന്ന് നോക്കി ഞങ്ങളുടെ പാതിരിപ്പാമ്പുകൾ മുണ്ണക്കുഞ്ഞുങ്ങളോട് പറയും, നമ്മുടെ മെത്രാച്ചിന് ഇഷ്ടം KFCയും പിസയും ഒന്നുമല്ല, നല്ല കപ്പ പുഴുങ്ങിയതും കാന്താരി ഉടച്ചതുമാണ്, അത് കൊടുത്താൽ പുള്ളിക്ക് സന്തോഷമാകുമെന്ന്. പിന്നെ പാതിരിക്ക് തിന്നാൻ കൊതിയുള്ളതൊക്കെ മെത്രാറ്റിൻ്റെ പേരിൽ അങ്ങ് പറയും. മെത്രാൻ അവിടെയും ഇവിടെയും തൊട്ടു നക്കിപ്പോകും, ബാക്കി പാതിരി തട്ടും. ഇതാണ് പതിവ്. ഇത് കേൾക്കേണ്ട താമസം വീട്ടിൽ ഭർത്താവിനും മക്കൾക്കും പോലും കൊടുക്കാതെ അമ്മായി ഇതെല്ലാം ഉണ്ടാക്കിപ്പെറുക്കി തലച്ചുമടായിക്കൊണ്ട് പാഴ്സനേജിൽ കൊടുക്കും. കൊണ്ടക്കൊടുക്കുവാൻ ആളുള്ളപ്പോൾ ഏത് വേട്ടാവളിയനും അഹന്തയുണ്ടാവില്ലേ? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അമ്പിളിയമ്മാവനെ വേണമെന്ന് പൂച്ചാണ്ടി വേഷധാരികൾ പറഞ്ഞാലും അവർ പിടിച്ചുകൊണ്ട് കൊടുക്കും എന്നറിയാവുന്നത് കൊണ്ടാണ് ഇവന്മാർ മരണവീടുകളിൽ പോലും പന്നിയെ ഗ്രിൽ ചെയ്ത് കിട്ടിയാൽ തിന്നാമായിരുന്നു എന്ന് പറയുന്നത്. ഞങ്ങളിന്ന് ശവമടക്കിന് പോയ വീട്ടിൽ ഓർത്തഡോക്സ് സഭയിലെ തീമോത്തിയോസ് മെത്രാൻ കൈമുത്തും പുഴുക്കും ഡിമാൻഡ് ചെയ്തു എന്നൊരു വീഡിയോ പുറത്തുവിട്ടപ്പോൾ ഇത് കണ്ട സീറോ മലബാർ സഭാംഗമായ ഡൊമിനിക് എറണാകുളത്തു നിന്നും അദ്ദേഹത്തിന്റെ അനുഭവം പങ്കുവച്ചത് കേട്ടാലും. സുനിൽജി, ഈ വിശപ്പൻ പുഴുക്ക് വേണമെന്നല്ലേ പറഞ്ഞുള്ളൂ. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ സ്വന്തം സഹോദരൻ്റെ അമ്മായിമ്മ മരിച്ചപ്പോൾ കുറേ കുർബാന തൊഴിലാളികൾ അന്ന് മരണാനന്തര ചടങ്ങ്, നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ 7 അടിയന്തരം നടത്തുമ്പോൾ ഈ മൈഗുണന്മാർ ഡിമാൻഡ് വെച്ചെന്ന് നോർത്ത് പറവൂരായതുകൊണ്ട് നല്ല കരിമീൻ കിട്ടുമല്ലോ. അപ്പോൾ അവൻ്റെ അണ്ണാക്കി തള്ളാനായിട്ട് ഫിഷ് മോളി, പിന്നെ 4-5 കിലോ കാരച്ചെമ്മീനോ പൂവാലൻ ചെമ്മീനോ, പിന്നെ എന്താണ് പോർക്ക്, ഇന്താലു, ഡക്ക് റോസ്റ്റ്, ചിക്കൻ പൊരിച്ചത്, ഇതൊക്കെ ഇവൻ്റെ അണ്ണാക്കിലോട്ട് തള്ളി കൊടുക്കാൻ വേണ്ടി അവർ ഡിമാൻഡ് ചെയ്തു. അപ്പം അതിന് കാരണം പറഞ്ഞാൽ അവിടെയൊക്കെ നല്ല കരിമീൻ കിട്ടുമോ. ഈ പന്നന്മാരെ തീറ്റിപ്പോറ്റാൻ കുറേ ചെറ്റകൾ, എന്നിട്ട് വിശ്വാസി പൊട്ടന്മാരായ മൊണ്ണകൾക്ക് അപ്പുറത്ത് വൈക്കോലും പുല്ലും, അതായത് വെജിറ്റേറിയൻ ശാപ്പാട്. നമ്മുടെ മരണാനന്തര ചടങ്ങുകൾക്കെല്ലാം വെജിറ്റേറിയൻ ശാപ്പാടാണല്ലോ. പായസവും ഗോതമ്പ് പായസവും പരിപ്പ് പായസവും ഒക്കെ വെച്ചുള്ള വെജിറ്റേറിയൻ ഊണ് നമുക്കും. അപ്പുറത്ത് ഇവന്മാർക്ക് തിന്നാൻ എത്തും. എൻ്റെ അപ്പൻ്റെ പെങ്ങളുടെ ഭർത്താവ് മരിച്ചപ്പോൾ ഈ മൈഗുണന്മാർക്ക് കുടിക്കാൻ മദ്യം വരെയും കൊടുത്തു എന്നാണ് എൻ്റെ വല്യമ്മ പറഞ്ഞത്. ഞാൻ കണ്ടില്ല, പക്ഷെ വല്യമ്മ പറഞ്ഞാൽ അവർക്ക് കുപ്പി വരെയും കൊടുത്തു. അന്ന് ഇതുപോലെ തന്നെ അച്ഛന്മാരുടെ അണ്ണാക്കി തള്ളി കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ഒരു കുക്കിനെ ഏർപ്പാടാക്കി. അന്ന് കേറ്ററിംഗ് സർവീസ് ഇല്ല, നമ്മുടെ ആൾക്കാർ തന്നെ പോയി ആളെ വിളിച്ചുകൊണ്ട് അവിടെ കുക്ക് ചെയ്യണത്, കേറ്ററിംഗുകാരെ ഏൽപ്പിക്കലില്ല. അപ്പം അത് ഇവന്മാരുടെ അണ്ണാക്കി തള്ളി കൊടുക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു ചേട്ടന് ഏർപ്പാടാക്കി. അദ്ദേഹമാണ് ഇവൻ്റെ പള്ള നടക്കാൻ വേണ്ടി ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഇപ്പോഴും അനുസ്യൂതം തുടരുന്നു. ഇപ്പോഴും കല്യാണ വീട്ടിൽ നിന്ന് ഇവൻ്റെ അണ്ണാക്കി തള്ളാൻ വേണ്ടി എപ്പോഴും പകർന്നു കൊണ്ടുവരുന്നില്ല. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ സഹോദരങ്ങളോട് പറയും, നിങ്ങൾ ഇവിടുത്തെ എച്ചിൽ വാരി പിറക്കി ഇവിടുത്തെ ഏത് ഒരു പിച്ചക്കാരൻ തന്നെ ഭക്ഷണം കഴിച്ചാൽ അവൻ്റെ എച്ചിൽ പിറക്കാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യാം. ഈ വിശപ്പന്മാർക്കും പട്ടികൾക്കും കത്തനാറുമാരും ഡാഷ് മക്കൾക്കൊക്കെ കൊണ്ടു കൊടുക്കാൻ എന്നോട് പറയരുത്. അത് മാത്രം ഞാൻ ചെയ്യില്ല. എല്ലാ ബഹുമാനത്തോടും എൽഡേഴ്സിനോട് ഞാൻ പറയുന്നതാണ്. അവൻ്റെ അണ്ണാക്കി തള്ളി കൊടുക്കാനായിട്ട് എനിക്ക് സൗകര്യമില്ല. എൻ്റെ വീട്ടിൽ ഒരു നേരം വിശന്ന് വരുന്ന കത്തനാറുമാരുണ്ടെങ്കിൽ ഓക്കെ, ഭക്ഷണം കൊടുക്കാം. അല്ലാണ്ട് ഇങ്ങനെ ഒരു സ്പെഷ്യൽ പരിപാടി നടക്കില്ല. ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് ക്രിസ്തുവിനെ നാണം കെടുത്തുന്ന ഈ കുർബാന തൊഴിലാളികൾക്ക് ഇന്ന് ജനം എന്ത് വില കൽപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.